കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി അല്ലേ. ശ്രദ്ധിച്ചേ, ഈ 2026 ആണ്ടിൻ്റെ ഫസ്റ്റ് ഡേ, ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ സന്ദേശം കേൾക്കുന്നത്. 2025 എന്ന വർഷം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതങ്ങൾ കടന്നുപോയൊരു വർഷം അല്ലേ. ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച നാളുകൾ, പരിശോധനയുടെ കാലഘട്ടങ്ങൾ, കഷ്ടതയുടെ നാളുകൾ, വേദനയുടെ നാളുകൾ, ഒറ്റപ്പെടലിൻ്റെ നാളുകൾ, സാമ്പത്തിക പ്രയാസങ്ങളുടെ നാളുകൾ, വിചാരിച്ച കാര്യം നടക്കാതെ പോയ ദിവസങ്ങൾ അല്ലേ, ജോലി നഷ്ടപ്പെട്ട ദിനങ്ങൾ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ അടയപ്പെട്ട നാളുകൾ. എന്നാൽ ഈ 2026 ആണ്ടിൻ്റെ ആരംഭ ദിവസത്തിൽ നിങ്ങൾക്കൊരു പുതിയ നന്മ, ഒരു പുതിയ അനുഗ്രഹം ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 19 വാക്യം ഈ 2026 വാഗ്ദത്ത വചനമായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. യെശയ്യാവ് 43 19 വാക്യം: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നന്മ, ഇതുവരെ വെളിപ്പെടാത്തത്, ഇല്ലെങ്കിൽ 2025 ആണ്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരുന്ന ചില വിടുതലുകൾ, വാഗ്ദത്തങ്ങൾ, നന്മകൾ, ജോലികൾ, ഭാവികൾ, വിദ്യാഭ്യാസ മേഖലകൾ, പുതിയ ശുശ്രൂഷ മണ്ഡലങ്ങൾ, സഭയ്ക്കകത്തുള്ള വളർച്ചകൾ, ഇതെല്ലാം ഈ 2026 ആണ്ട് വെളിപ്പെടാൻ പോവുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടുന്ന വർഷമായി ഈ 2026 ആണ്ട് മാറുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകുന്ന ഒരു ദൂതാണ്. കഴിഞ്ഞ ആണ്ട് നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത്, കഴിഞ്ഞ ആണ്ട് നീ ഉപവസിച്ച വിഷയത്തിനകത്ത്, കഴിഞ്ഞ ആണ്ട് നീ സ്തോത്രം കരഞ്ഞ വിഷയത്തിനകത്ത്, ഈ 2026 ആണ്ട് ജനുവരി മാസം 1 തീയതി മുതൽ ചില മറുപടികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ പോകുകയാണ്. ചിലത് വെളിപ്പെട്ട് വരുന്ന വർഷമായിട്ട് മാറുന്നതായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ അത് ഇപ്പോൾ മുതൽ ഉത്ഭവിക്കാൻ പോകുകയാണ്. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. അല്ല സ്തോത്രക്കാരി, മുമ്പുള്ളവയെ വിചാരിക്കേണ്ട, ഓർക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം. ഒരു പുതിയ ആണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നന്മകൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. മരുഭൂമിയും വരണ്ട നിലവും ഘോഷിച്ച് ആനന്ദിക്കും. മരുഭൂമിയുടെ അവസ്ഥകൾ മാറി സമൃദ്ധിയുടെ തലങ്ങളെ ദൈവം നിങ്ങൾക്കായി ഒരുക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്. സമൃദ്ധമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ ഈ ആണ്ട് മുതൽ, ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസം മുതൽ അത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ 2026 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ. ഗാഡ് ബ്ലസ് യു.